എസ് ബന്ധമെന്ന സംശയത്തിൽ മലയാളി യുവാവിനെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ATS ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുന്നു. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള വാർത്തയാണ്. ഈ വ്യക്തി നേരത്തെ തന്നെ നിരീക്ഷണത്തിലായിരുന്നു. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? രോഹിണി, നേരത്തെ തന്നെ ഈ വ്യക്തി നിരീക്ഷണത്തിലായിരുന്നു. IS ഇസ്ലാമിക് സ്റ്റേറ്റുമായുള്ള ബന്ധം ഉണ്ട് എന്ന സംശയങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നൽകിയ ചില സൂചനകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് തീവ്രവാദ വിരുദ്ധ സേന തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് രാവിലെ ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം നെടുമ്പാശ്ശേരിയിലുള്ള ATSന്റെ ആസ്ഥാനത്ത് എത്തിച്ചു. ആസ്ഥാനത്ത് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് നടത്തുന്നത്. എന്നാൽ നിലവിൽ ഭീകരവാദ ബന്ധം സംബന്ധിച്ച് പൂർണ്ണമായും സ്ഥിരീകരണം പറയാറായിട്ടില്ല. ഇത് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അക്കാര്യം വ്യക്തമാക്കാൻ കഴിയുക എന്ന കാര്യമാണ് ATS പറയുന്നത്. വിദേശത്ത് നിന്ന് എത്തി, എവിടെ നിന്നാണ് വന്നത്, ഏതെല്ലാം ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്, മറ്റ് ഏതെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, മുമ്പ് നടന്നിട്ടുള്ള മറ്റ് ഭീകരവാദ ബന്ധമുള്ള കേസുകളിൽ ഉൾപ്പെട്ട ആളാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ATSൽ നിന്ന് തന്നെയായിരിക്കും അത്തരം വ്യക്തത വരികയുള്ളൂ. ഇത് സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്യും. വിദേശത്ത് ഏറെനാൾ കഴിഞ്ഞിരുന്ന ആളാണ് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. നാട്ടിലേക്ക് വരാറുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് വിവിധ അന്വേഷണ വിഭാഗങ്ങളുടെ നിരീക്ഷണത്തിലാണ് താനെന്ന് അറിഞ്ഞതോടുകൂടി ഇയാൾ എത്താറില്ല എന്നൊരു വിവരം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. എന്നാൽ ATS അടക്കമുള്ള വിഭാഗങ്ങൾ, അന്വേഷണ സംഘങ്ങൾ ഇയാളെ കുറിച്ച് ചില സൂചനകൾ ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് ഭീകര സ്വഭാവമുള്ള സംഘടനകളുമായും അത്തരത്തിലുള്ള വ്യക്തികളുമായും എല്ലാം തന്നെ അടുപ്പം സൂക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരന്തരമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നെല്ലാമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇത് സ്ഥിരീകരിക്കുക, ഇയാളെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിലെടുത്തതും പിന്നീട് ATS ആസ്ഥാനത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.